ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിക്ക് ടീച്ചർ. ഇന്ന് നല്ല പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ട്രിക്ക് ടീച്ചർ വന്നിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് കമൻസ് വന്നു പുതിയ വീഡിയോ ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രിക്ക് ടീച്ചർ വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഒരു ഷോർട്ട് എസ്സേ എഴുതാൻ പറഞ്ഞാൽ 150 വേർഡ്സ് എന്നാണ് നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കാറ്. സോ 180 വേർഡ്സിലും 240 വേർഡ്സിലും നമുക്ക് നിർത്താൻ കഴിയാതിരിക്കാം, അല്ലെങ്കിൽ 150 വേർഡ്സ് പോലും എത്തിക്കാൻ കഴിയാതിരിക്കാം. എന്ത് വെച്ചാലും 150 വേർഡ്സ് എഴുതാൻ പറഞ്ഞിട്ട് 240 വേർഡ്സിൽ എഴുതി നിർത്തുന്ന ആളുകൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ മാർക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ കൂടുതലല്ലേ എഴുതിയത്. മറ്റൊന്നുമല്ല, 150 വേർഡ്സിൽ എഴുതുമ്പോൾ 240 വേർഡ്സിൽ എഴുതുമ്പോൾ ചെറിയ ഒരു പേപ്പറിൽ നിങ്ങൾ 150 വേർഡ്സിന് എഴുതിയാൽ 240 വേർഡ്സിൽ എഴുതിയാലും 240 വേർഡ്സിലാണല്ലോ ഗ്രാമർ മിസ്റ്റേക്സ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അത്തരത്തിലുള്ളൊരു ഗ്രാമർ പാട്ടുമായിട്ടാണ് ട്രിക്ക് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ഭാഗമാണ് ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് എവിടെ എങ്ങനെ ഉപയോഗിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ വീടുകൾക്കും ഒരു തറയുള്ളതുപോലെ ഇതിനുമുണ്ടൊരു തറ. ഒന്നുമല്ല, അതിൻ്റെ ട്രിക്കാണ്. അതിന് മുമ്പ് ഒരു ബേസിക് പാർട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ചിലർക്കൊക്കെ അറിയാമായിരിക്കും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. നമുക്ക് ഫസ്റ്റ് വാട്ട് ഈസ് ഫസ്റ്റ് പേഴ്സൺ, വാട്ട് ഈസ് സെക്കൻഡ് പേഴ്സൺ, വാട്ട് ഈസ് തേർഡ് പേഴ്സൺ എന്ന കാര്യം നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഐയും വിയുമാണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു, യുവർ, യുവേഴ്സ്. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാലോ ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. അതിനു മുമ്പ് നമുക്ക് 2 വാക്കുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്നുമല്ല, സിംഗുലർ ആൻഡ് പ്ലൂരൽ. എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂരൽ എന്ന് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. വാക്കുകളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിംഗുലർ എന്നാൽ സിംഗിളാണ്, പ്ലൂരൽ എന്നാൽ ഗ്രൂപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റെണ്ണത്തിനെ സൂചിപ്പിക്കാനും, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ വസ്തുക്കളെയോ 2 വസ്തുക്കളെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതിൽ സിംഗുലറും പ്ലൂരലും ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പേഴ്സണിൽ ഐയും വിയുമാണുള്ളത്. ഐ എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഞാൻ ഒരുത്തനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് സിംഗുലർ. വി എന്ന് പറഞ്ഞാൽ പ്ലൂരലുമാണ്. സെക്കൻഡ് പേഴ്സൺ യു, യുവർ, യുവേഴ്സ്. പൊതുവെ അതിനെ പ്ലൂരലായിട്ടാണ് കണക്കാക്കാറ്. ഓക്കെ, തേർഡ് പേഴ്സൺ നോക്കൂ. തേർഡ് പേഴ്സണിൻ്റെ അകത്ത് 2ഉം വരുന്നുണ്ട്. ഹി, ഷീ, ഇറ്റ് സിംഗിളാണ്, സിംഗുലറാണ്. ദേ എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പ്ലൂരൽ ആണ്. നമുക്ക് ഇനി ഹാവ്, ഹാസ്, ഹാഡ് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹാവ്, ഹാസ്, ഹാഡ്. ഓക്കെ, ഡൗട്ട് ഉണ്ടാകും. ഹാഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ആൻ എക്സാമ്പിൾ, ഐ ഹാഡ് മൈ ഫുഡ്, ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചു. അതൊരു കഴിഞ്ഞു പോയൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹാവും ഹാസും നമ്മൾ ഉപയോഗിക്കുന്നില്ല, പകരം ഹാഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കഴിഞ്ഞു പോയ കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്തരത്തിലുള്ളൊരു പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹാവും ഹാസും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഹാഡ്. ഹാഡ് പാസ്റ്റ് ആയുള്ള എല്ലാ സെൻറ്റൻസിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അതിന് യാതൊരു വ്യത്യാസവുമില്ല. പിന്നെ നമുക്ക് മുമ്പിലുള്ളത് ഹാവും ഹാസുമാണ്. ഹാവും ഹാസിലും നമുക്ക് ഡൗട്ട് വരാം. ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. പലരും തെറ്റിക്കുക സിംഗിളായിട്ടാണ് ചിലരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുക, അത് മാറ്റി എഴുതണം. ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒരു ഒറ്റൊരെണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിൽ നമുക്ക് എവിടേക്കാണ് ഹാവ് ഉപയോഗിക്കുക, എവിടേക്കാണ് ഹാസ് ഉപയോഗിക്കുക എന്നൊന്ന് നോക്കണം. ഓക്കെ, ഫസ്റ്റ് പേഴ്സണിനകത്ത് ഐ, വി. ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെയല്ല, ഇവിടെ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷണൽ കേസ് നമുക്കൊന്ന് നോക്കാം. എക്സെപ്ഷണൽ കേസ് ഒന്നുമല്ല, ഐ സിംഗുലറാണ്, പക്ഷേ ഹാവ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾക്കറിയാം, ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്. അവിടെ എന്തുകൊണ്ട് ഐ ഹാസ് ഉപയോഗിച്ചില്ല? സിംഗുലറായിട്ടും ഹാസ് എന്തുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല? സോ ഞാനതാണ് പറഞ്ഞത്, എക്സെപ്ഷൻ അവിടെയുണ്ട്. ഐ എന്ന് വന്നാൽ അവിടെ ഹാവ് ആണ് ഉപയോഗിക്കുക, അവിടെ ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് നമുക്ക് വി. വി നമുക്ക് ആദ്യമേ അറിയാം പ്ലൂരലാണ്. സോ എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഹാവ് തന്നെ ഉപയോഗിക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സെക്കൻഡ് പേഴ്സണിലേക്ക് പോകാം. സെക്കൻഡ് പേഴ്സണിലേക്ക് പോകുമ്പോൾ യു, യുവർ, യുവേഴ്സ്. അവിടെ ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസിലും യു, യുവർ, യുവേഴ്സ് വന്നാൽ ഹാവ് തന്നെ ഉപയോഗിക്കണം. യു ഹാവ് എ കാർ, യുവർ മദർ ഹാവ് എ പെൻ. ഓക്കെ, ഈ 2 എക്സാമ്പിൾ നോക്കുകയും
അവിടെ ഹാവ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. നമുക്ക് തേർഡ് പേഴ്സണിൻ്റെ കേസ് നോക്കാം. ഹി ഷീ ഇറ്റ് സിംഗുലർ ആണ്, ദേ എന്നത് പ്ലൂറലുമാണ്. സോ ഹി ഷീ ഇറ്റ് ഉപയോഗിക്കുമ്പോൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. ഈ ഹാസ് സം, ഈ ഷീ ഹാസ് എ പെൻ, ഇവിടെയാണ് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് വാട്ട് ദേ എന്ന് ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഹാവ് ഉപയോഗിക്കണം. ദേ ഹാവ് എ കാർ, ദേ വാട്ട് എന്ത് സെൻറ്റൻസും നമുക്ക് ദേ ഉപയോഗിച്ചാൽ അവിടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഹാസ് ഉപയോഗിക്കണം. ഓക്കെ, നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ ടൈപ്പ് ചെയ്താലോ നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്, കുറച്ചുകൂടി വർണ്ണാഭമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡു ഡസ് ഡിഡ് ക്ലിയർലി പറയാം. ഓക്കെ, ഡു ഡസ് ഡിഡും ഹാവ് ഹാസ് എ ഹാഡ് പോലെ തന്നെയാണ്, സെയിം നിയമങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ എക്സെപ്ഷണൽ കേസ് ഒന്നും നമുക്കില്ല. നമുക്ക് ഇവിടെ ഡിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഹാഡ് പോലെ ഇത് പാസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഡിഡ് നമ്മൾ ഉപയോഗിക്കാൻ ക്വസ്റ്റ്യൻ വേർഡ്സിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമ്മൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിഡ് യു റോട്ടേറ്റ്, നീ അത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, അവിടെയൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് പിന്നെ ഡു എന്ന് പറഞ്ഞാലും ഡസ് എന്ന് പറഞ്ഞാലും നമുക്ക് സംശയം വരേണ്ടത്. ഓക്കെ, ഡു എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സെൻറ്റൻസിലും ഡസ് എന്ന് പറഞ്ഞാൽ സിംഗിളിനും. ഓക്കെ, വലിയത് ഡസ് അത് ഒറ്റൊരാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഹി ഷീ ഇറ്റ് എന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡു എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അവിടെ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ്, നമുക്ക് ഐക്ക് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. സിംഗുലറായ ഐയെ നമ്മൾ വീണ്ടും ഉൾപ്പെടുന്നത് പ്ലൂറലിൻ്റെ അകത്താണ്. ഐ യു വി ദേ, അത് മൂന്നും നമ്മുടെ തേർഡ് പേഴ്സണായ ദേ ഉൾപ്പെടെ ഐ യു വി ദേ ഈ 4 സാധനങ്ങളും പ്ലൂറലിൻ്റെ അകത്താണ് വരുന്നത്. അതൊരു എക്സെപ്ഷണൽ കേസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനി മനസ്സിലാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഡു ഡസ് ഡിഡ് ഇറ്റ് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാത്തവർ നോക്കൂ. ഡു ഐ നോ യു. ഓക്കെ, എവിടെയാണ് ഡു ഉപയോഗിച്ചിരിക്കുന്നത്? ഐ എന്ന പ്ലൂറൽ സെൻറ്റൻസിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചത് പ്ലൂറൽ. ഡു എന്നത് പറയുന്നത് എവിടെയാണ്? പ്ലൂറൽ. ഓക്കെ, ഡു ഐ നോ യു. ഡു യു കം ഫ്രം കേരള? ഡു വി ഹാവ് ടു കട്ട് ദ ഗ്രാസ്? ഡു ദേ വാണ്ട് ടു കം വിത്ത് അസ്? നമ്മൾ ഐ യു വി ദേ പ്ലൂറൽ ആണെന്ന് മനസ്സിലാക്കുക. അതിന് ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡസ് നോക്കാം. ഡസ് വന്നാൽ സിംഗുലർ ആണ്. ഓക്കെ, നീളമുള്ള വാക്കാണ് ഡസ്. സോ ഒരാളെ മാത്രം, സിംഗിൾ ആയിട്ടുള്ള ഒരാളെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. ഡസ് ഹി വർക്ക് വിത്ത് യു? ഡസ് ഷി ഹാവ് എ കാർ? ഡസ് ഇറ്റ് സ്നോ ഇൻ വിന്റർ? ഈ 3 സെൻറ്റൻസ് നോക്കിയാൽ ഡസിന് ശേഷം നമുക്ക് വരുന്നത് ഹി ഷീ ഇറ്റ് എന്ന തേർഡ് പേഴ്സണിലെ സിംഗുലർ വേർബ്സ് ആണ്. സോ ഇതിന് നമുക്ക് ഡസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡിഡ് നോക്കാം. ഡിഡ് സാധാരണ ചോദിക്കാറ് ക്വസ്റ്റ്യൻ വേർഡ്സിലാണ്. നമുക്ക് നോക്കാം. ഡിഡ് ഹി കോൾ യു? ഡിഡ് യു എൻജോയ് ഇറ്റ്? ഈ 2 കാര്യങ്ങളിലും നമുക്ക് നോക്കാം. ഹി യു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹി യു എന്നൊന്നും നോക്കേണ്ടതില്ല ഈ ഒരു കാര്യത്തിൽ. നമുക്ക് ഡിഡ് ഹി കോൾ യു, അവൻ നിന്നെ വിളിച്ചിരുന്നു? ഡിഡ് യു എൻജോയ്, നീ അത് ആസ്വദിച്ചോ? ഈ 2 വാക്കുകളും കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതാണ്. സോ അവിടെ ഡിഡ് ഉപയോഗിക്കാം. അവിടെ ഒരു സംശയവും വേണ്ട. ഡസ് എന്ന് ചോദിക്കാൻ പാടില്ല, ഡു എന്നും ചോദിക്കാൻ പാടില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്പായിട്ടുണ്ടാകും വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന നമ്മുടെ സ്വന്തം ചാപ്റ്ററാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിൻ്റെ മലയാളം വേർഷൻ ഇറക്കേണ്ടതുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് വളരെ പോരാട്ടോ. കമൻസ് ഒക്കെ കുറച്ചുകൂടി കൂട്ടിത്താ, എന്നാലേ നമുക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ, നമുക്കൊരു ആത്മവിശ്വാസം വരുള്ളൂ. സോ ഫ്രണ്ട്സ്, എല്ലാവരും കമൻസ് ഒക്കെ നന്നായിട്ട് ഇടുക. ലൈക്ക് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ അല്ല എനിക്ക് വേണ്ടത്, സബ്സ്ക്രിപ്ഷൻ മാത്രം പോരാ, നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ സപ്പോർട്ട്, കമൻറ്റ്സ് ഒക്കെ വേണം. സോ ഫ്രണ്ട്സ് എല്ലാം ചെയ്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വന്നാൽ നമുക്ക് കൂടുതൽ നല്ല നല്ല റിവേഴ്സ് പഠിച്ചൂടെ, വെറുതെ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.